ഹലോ ഗൈസ്, മലയാളി പെറ്റ് സ്മാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോഗ് ഷോക്ക് എത്തിയ ഒരു ബെൽജിയം മാൽനോസിനെയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തൊരു ഡോഗ് തന്നെയായിരുന്നു അത്. ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് അതിൻ്റെ ലീഷും അതിൻ്റെ ഓണർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒഴിവാക്കി. ബെൽജിയമാണ് ഈ നായയുടെ ജന്മദേശം. ആദ്യകാലങ്ങളിൽ കന്നുകാലികളെ മേയ്ക്കാനും നിയന്ത്രിക്കാനുമായിട്ടാണ് ഈ നായയെ ഉപയോഗിച്ചിരുന്നത്. വളരെയധികം ബുദ്ധിയുള്ളൊരു വർക്കിംഗ് ഡോഗാണ് ബെൽജിയം മാൽനോസ്. പ്രോപ്പറായിട്ടുള്ളൊരു ട്രെയിനിങ്ങും എക്സസൈസും ബെൽജിയം മാൽനോസിന് നിർബന്ധമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പോലീസ് അല്ലെങ്കിൽ മിലിറ്ററി ജോലികൾക്ക് ഉപയോഗിക്കുന്ന ഒരു നായയാണ് ബെൽജിയം മാൽനോസ്. ഓടി രക്ഷപ്പെടുന്ന കുറ്റവാളികളെ പിടിക്കുന്നതിനും ഓഫീസേഴ്സിനെ ബോഡി ഗാർഡ് പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ബെൽജിയം മാൽനോസ് നമ്പർ 1 ആണ്. മാൽനോസിന് ട്രെയിനിങ് കൊടുത്താൽ ബോംബ്, ഡ്രഗ്സ്, വെപ്പൺസ്, എക്സ്പ്ലോസീവ്, ക്രൈം സീനിലുള്ള ചെറിയ എവിഡൻസുകൾ പോലും കണ്ടെത്താനായിട്ട് മാൽനോസിന് സാധിക്കും. ജർമ്മൻ ഷെപ്പേർഡിനേക്കാൾ സ്മെൽ സെൻസ് കൂടുതലാണ് മാൽനോസിന്. അതുകൊണ്ട് തന്നെ ഒളിച്ചോടിയ അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്ന പ്രതികളെ കണ്ടെത്താനും ഇവർ മിടുക്കരാണ്. ഒസാമ ബിൻ ലാദനെ പിടികൂടുന്ന ഓപ്പറേഷനിൽ ഉപയോഗിച്ച കെയറോ എന്ന നായ ബെൽജിയം മാൽനോസ് ഇനത്തിൽപ്പെട്ട ഡോഗാണ്. ബെൽജിയം മാൽനോസിൻ്റെ ലൈഫ് സ്പാൻ വരുന്നത് 12 വർഷം മുതൽ 14 വർഷം വരെയാണ്. മാലിനോസിൻ്റെ മെയിൽ ഡോഗിന് 60 മുതൽ 66 സെൻറ്റിമീറ്റർ വരെ ഉയരവും 29 മുതൽ 36 കിലോ വരെ തൂക്കവും ഉണ്ടാകും. അതേസമയം ഫീമെയിലിന് 56 മുതൽ 62 സെൻറ്റിമീറ്റർ വരെ ഉയരവും 25 മുതൽ 30 കിലോ വരെ തൂക്കവും ഉണ്ടായിരിക്കും. ഏസ്തറ്റിക് ആയിട്ടുള്ളൊരു ബോഡിയും നീളമുള്ള കാലുകളും ഷാർപ്പായിട്ടുള്ള ഫേസും ഇവയുടെ പ്രത്യേകതയാണ്. പപ്പിയായിരിക്കുന്ന സമയത്ത് 3 നേരം ഫീഡ് ചെയ്യുന്നതും അഡൽട്ടായതിനു ശേഷം 2 നേരം ഫീഡ് ചെയ്യുന്നതായിരിക്കും ഡോഗിന് അനുയോജ്യം. നിർബന്ധമായും ദിവസത്തിൽ 1-2 മണിക്കൂറെങ്കിലും മാൽനോസിന് വ്യായാമം നൽകിയിരിക്കണം. അല്ലാത്ത പക്ഷം എനർജി ബേൺ ചെയ്യാത്ത മാൽനോസ് അഗ്രഷൻ കാണിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു മാൽനോസ് പപ്പിയെ നോക്കുകയാണെങ്കിൽ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണം നൽകാതിരിക്കുക. അതുപോലെ ഫിഷ് ബോൺസ്, ചോക്ലേറ്റ്സ്, കൗ മിൽക്ക് എന്നിവ പപ്പിക്ക് പരമാവധി നൽകാതിരിക്കുക. 2 മാസം മുതൽ തന്നെ മാൽനോസ് പപ്പീസിന് ട്രെയിനിങ് നൽകാവുന്നതാണ്. മാൽനോസ് പഠിക്കാനും ഒബേ ചെയ്യാനും വളരെ ഫാസ്റ്റാണ്. സിറ്റ്, നോ, ഡൗൺ, സ്റ്റേ, കം തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കമാൻഡ്സാണ് നമ്മൾ പപ്പീസിനെ ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ടത്. ദിവസവും 2 നേരം 10 മുതൽ 15 മിനിറ്റ് വരെ നേരം ഇവയ്ക്ക് ട്രെയിനിങ് നൽകാവുന്നതാണ്. ഈ സമയത്ത് റിവാർഡ് ബേസ്ഡ് ട്രെയിനിങ് മാത്രം ഉപയോഗിക്കുക. ഇനി നമുക്ക് ഇവരുടെ വാക്സിനേഷൻ നോക്കാം. 6-ാം ആഴ്ചയിൽ പാർവോ വാക്സിനേഷൻ, 8-ാം ആഴ്ചയിൽ 5-in-1, 12-ാം ആഴ്ചയിൽ 7-in-1, 16-ാം ആഴ്ചയിൽ ആൻറ്റി റാബീസ്, പിന്നെ ആനുവലി ബൂസ്റ്റർ വാക്സിനേഷൻ എന്നിവ ഇവയ്ക്ക് നൽകേണ്ടതാണ്. 3 മാസം വരെ 15 ഡേയ്സ് കൂടുമ്പോൾ ഡീവാമിംഗ് നൽകേണ്ടതാണ്. 3 മുതൽ 6 മാസം വരെ ഇത് മന്ത്ലി ആയിട്ട് നമുക്ക് ചുരുക്കാം. അഡൾട്ടായ ഒരു ഡോഗിന് 3 മാസം കൂടുമ്പോൾ മാത്രം ഡീവാം ചെയ്താൽ മതിയാവും. ആഴ്ചയിൽ 1 തവണ ബ്രഷ് ചെയ്യാനും അതേപോലെ തന്നെ മാസത്തിൽ 1 തവണ കുളിപ്പിക്കാനും 3 ആഴ്ചയിൽ 1 തവണയെങ്കിലും നെയിൽസ് ട്രിം ചെയ്യാനും അതേപോലെ തന്നെ വീക്കിലി ഇയർ ക്ലീൻ ചെയ്യാനും ശ്രദ്ധിക്കുക. ഡോഗ്സിനോടൊപ്പം സമയം ചെലവഴിക്കാനും പ്രോപ്പറായി ട്രെയിനിങ് നൽകാനും അത്യാവശ്യം ലാർജായിട്ടുള്ളൊരു ഏരിയ ഉള്ളവരും സ്ഥിരമായിട്ട് എക്സസൈസ് നൽകാൻ സാധിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ് മാൽനോസിനെ തിരഞ്ഞെടുക്കാനായിട്ട് അനുയോജ്യർ. എക്സസൈസ് പ്രോപ്പറായി നൽകാൻ കഴിയാത്തവരും ഡോഗ്സിനെ ആദ്യമായിട്ട് വാങ്ങുന്നവരും അതേപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ജീവിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ മാൽനോസിനെ ഒഴിവാക്കുന്നതാണ് അനുയോജ്യം. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും നല്ല പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടിയൊരു ഡോഗ് ആയതുകൊണ്ടാണ് ഇത്രയും ക്രൗഡും ഇത്രയും ഡോഗ്സ് ഉണ്ടായിട്ടും നമ്മുടെ ഈ ഒരു മാൽനോസ് കാമായിട്ടിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു ഡോഗ് ഷോയിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മാലിനോസ് ഡോഗ് പെർഫോം ചെയ്തു. അത് പ്രൈസും വാങ്ങി. അപ്പോൾ ഗൈസ്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസിനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്